ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അഞ്ജു, ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ടെൻഷനായിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ ടെക് ടീമിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. അല്ല, ആ ഫോൺ ഓണാണോ? എനിക്കറിയില്ല. ശരി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഹേയ് പ്ലീസ് ഡു സംതിങ് ഫാസ്റ്റ് മാൻ, പ്ലീസ്. ദേ, ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഹേയ് ഡാം ഇറ്റ്. അഭിജിത്ത് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് രാത്രി തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഈ ഫോൺ അപ്പൊ തന്നെ കൊണ്ടുവന്ന് തന്നേനെ. എന്തായാലും ഈ ഫോണിൽ നിന്ന് അവന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഒരു ഫോട്ടോയുടെ കിട്ടിയിരുന്നെങ്കിൽ അവനെ പൊക്കാൻ നമുക്ക് ഈസി ആയിരുന്നേനെ. മേനോന്റെ ഡീലേഴ്സിൽ ഒരാളുടെ ഫോണാ ഇത്, അത് ഉറപ്പാ. ഇവരെ എത്രയും പെട്ടെന്ന് നമുക്ക് പിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഒരു തലമുറയെ തന്നെ ഇവന്മാര് നശിപ്പിക്കും. ഫോൺ ഓഫാ, നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. ഇത് ലോക്കാണ്. ഓപ്പൺ ചെയ്യാൻ പറ്റുമോ ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഹലോ, ആ പൃഥ്വി പറയൂ. എന്തായി? ഫോണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? നോ, നമ്മുടെ ടെക് ടീം ശ്രമിക്കുന്നുണ്ട്. ആ ഫോൺ ആടെ കയ്യിൽ കിട്ടിയാ പിന്നെ ഞാൻ തീർന്നു. ആ ചിന്ത നിനക്ക് നേരത്തെ ഉണ്ടാവണമായിരുന്നു. ദേ, കുറച്ചു നാളായിട്ട് നിന്റെ ഡീലിങ്സ് എല്ലാം ഫ്ലോപ്പാ. മേനോൻ സാർ നോട്ട് ചെയ്യുന്നുണ്ട്. ഇത്തവണത്തേക്ക് കൂടി എന്നോട് ഒന്ന് ക്ഷമിക്കാൻ സാറിനോട് പറയണം. അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മൂവ് ഞാൻ പ്രതീക്ഷിച്ചില്ല. എടാ, അത് നിന്റെ ഫെയില്യൂറാ. പ്ലീസ്, ഫോണിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണം. അവര് ശ്രമിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നിന്റെ ഭാഗ്യം പോലെ ഇരിക്കും. ദേ, എങ്ങനെ ഒരു ഫോൺ ഓൺ ആക്കിയ നീ തീർന്നു. നിനക്കറിയാലോ മേനോൻ സാറിനെ. അറിയാം. ഉപയോഗമില്ലാത്ത ഒന്നിനെയും മേനോൻ സാറിന് ആവശ്യമില്ല. അതെങ്ങനെ നശിപ്പിക്കുമെന്നും പറയാൻ പറ്റില്ല. ഇത് വല്ലാതെ ഹീറ്റ് ആകുന്നുണ്ട്. ഞാൻ വേറൊരു കോഡിൽ പിൻ ചെയ്ത് നോക്കട്ടെ. എന്താ ഇപ്പൊ ഇവിടെ സംഭവിച്ചത്? ഇതെങ്ങനെയാ ബ്ലാസ്റ്റ് ആയത്? ചൂടായി ബ്ലാസ്റ്റ് ആയതായിരിക്കോ? അങ്ങനെ വരാൻ വഴിയില്ല. ഇത് അവരെന്തോ ചെയ്തതാ. ഫോൺ നമ്മൾ ഓപ്പൺ ചെയ്ത പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കി ബ്ലാസ്റ്റ് ചെയ്യിച്ചതാ. അങ്ങനെയൊക്കെ സാധിക്കുമോ? നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജീസ് അവരുടെ കയ്യിലുണ്ടാവും. അതിനാണ് സാധ്യത. കിരണിനെയും ദുർഗയും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെളിവ് ഇവിടെ നമുക്ക് കിട്ടാതിരിക്കില്ല. ഇനി ഇപ്പോഴെങ്ങാനോ കിരൺ തിരിച്ചു വരുമോ? ഏയ് ഇല്ല, സ്കൂളിൽ പോയതല്ലേ. നമുക്ക് വേഗം നോക്കാം, നീ വാ. അഞ്ജു,
ഞാൻ പറഞ്ഞില്ലേ നമുക്കുള്ള തെളിവ് ഇവിടുന്ന് തന്നെ കിട്ടൂന്ന്. ഇനി അവൾ എന്തു പറയും നോക്കാലോ. വാ. നിങ്ങൾക്കാവുമ്പോ ലോക്കൽ പോലീസുകാരെ ഉൾപ്പെടെ എല്ലാരെയും അറിയാം. യെസ്, അത് ശരിയാ. അതുകൊണ്ട് തന്നെ അണ്ടർ കവർ പോലീസുകാരായിട്ടുള്ളവരെ കണ്ടെത്താൻ നിങ്ങൾക്ക് എളുപ്പമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അതത്ര നിസ്സാരമല്ല മാം. ഷാഡോ പോലീസിനെ പോലെയല്ല അണ്ടർ കവർ ഓഫീസേഴ്സ്. അവരെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ ഈ ജോലി നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നത്. യെസ്, അതെ. എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും നിങ്ങളുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വിചാരിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ. എത്രയൊക്കെയായാലും പോലീസുകാരല്ലേ. ആരെങ്കിലുമൊക്കെ ബാറിലും ക്ലബിലും ഒക്കെ വരാതിരിക്കോ? നിങ്ങൾക്ക് എല്ലായിടത്തും സ്പൈ വർക്കേഴ്സ് ഉള്ളതല്ലേ. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ വിവരം കിട്ടാതിരിക്കില്ല. അണ്ടർ കവർ പോലീസ് ടീം നമുക്കിടയിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരെന്തായാലും റിപ്പോർട്ടിങ്ങിനായി ഓഫീസേഴ്സിന്റെ അടുത്ത് വരാതിരിക്കില്ലല്ലോ. ആ വഴിക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അത് നല്ലൊരു മൂവാ. നിങ്ങൾ ഏത് വഴിക്ക് വേണേലും ശ്രമിച്ചോളൂ. നമുക്ക് റിസൾട്ട് ഉണ്ടായാൽ മതി. ഓക്കെ മാഡം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എത്രയും പെട്ടെന്ന് വിവരങ്ങൾ കണ്ടെത്തി അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ? ഓക്കെ മാഡം. ഓക്കെ. ശരി മാഡം. ശരി. ഓക്കെ. ഞങ്ങള് പറയുമ്പോ ആർക്കും ഇതൊന്നും വിശ്വാസം ആവില്ല. അതുകൊണ്ടാ തെളിവോടെ രണ്ടിനെയും കൈയോടെ പൊക്കിയത്. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാത്തെ? നിങ്ങളുടെ രണ്ടുപേരും നാവിറങ്ങിപ്പോയോ? എന്താ ഇതൊക്കെ? ഇതൊക്കെ എന്താന്ന് കണ്ടറിഞ്ഞൂടെ? ഇതിനിപ്പോ ഇത്ര ബഹളം വെക്കുന്ന എന്തിനാ? അബി, നീ ഇത് പറഞ്ഞ് വെറുതെ നിസ്സാരമാക്കാൻ നോക്കണ്ട. ദുർഗയുടെ ഫോട്ടോ എന്തിനാ ഇവ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? ഫോട്ടോ മാത്രോ? ഈ വളയും തളയൊക്കെ ഇവനെന്തിനാ വെച്ചിരിക്കുന്നത്?